സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്തെ വ്യാജ മാലമോഷണ കേസിൽ പരാതിക്കാരിയായ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കാൻ SC/ST കമ്മീഷൻ ഉത്തരവ്. വീട്ടിൽ ജോലിക്കെത്തിയ ബിന്ദുവിനെതിരെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനമേറ്റ കേസിലാണ് നടപടി. മാലമോഷണം പോയെന്ന് പരാതി നൽകിയ വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, എന്തായാലും ഈ ബിന്ദു എന്ന യുവതിക്കെതിരെ, ഒരു ദളിത് സ്ത്രീക്കെതിരെ വ്യാജ മാലമോഷണ പരാതി നൽകുന്നു. അതിനവരെ മാനസികമായി അങ്ങേയറ്റം ക്രൂരമായി പോലീസ് പീഡിപ്പിക്കുന്നു. നാളുകൾക്ക് ശേഷമാണ് ഈ സംഭവം, ഈ ബിന്ദു നിരപരാധിയാണെന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷെ അവിടെയും എന്തുകൊണ്ടാണ് ഇത്തരം വ്യാജ പരാതി നൽകിയ വീട്ടുടമയായ സ്ത്രീക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്ന ചോദ്യം സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരാം. ഇപ്പോൾ SC/ST കമ്മീഷൻ വീട്ടുടമയായ ആ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പോലീസിന്റെ നടപടി എങ്ങനെയാണ്? തീർച്ചയായും 4-ാം മാസത്തിലാണ്, അതായത് ഏപ്രിൽ മാസം 23-നായിരുന്നു ബിന്ദു എന്ന പേരൂർക്കട സ്വദേശിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. അതായത് പേരൂർക്കട സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരു മാലമോഷണം ആരോപണം പരാതി ലഭിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അവിടെ രാത്രി മുഴുവൻ ആ സ്റ്റേഷനിൽ ഭക്ഷണവും വെള്ളവും നൽകാതെ പിടിച്ചു നിർത്തുകയും അടുത്ത ദിവസം 12 മണിക്കാണ് പിന്നീട് ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടുന്നത്. അതായത് മാല ഈ വീട്ടുടമസ്ഥയുടെ വീട്ടിൽ നിന്നും തിരിച്ച് ലഭിച്ചു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചുവിടുന്നു. അത്രയും സമയം ആ സ്റ്റേഷനിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു SC/ST കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് വകുപ്പ് തല അന്വേഷണം മറ്റും നടക്കുകയും പോലീസുകാർക്കും അതുപോലെ തന്നെ SIക്കും അടക്കം നിരവധി നടപടികൾ നേരിടേണ്ടി വന്നത്. അതിനുശേഷം വീണ്ടും SC/ST കമ്മീഷൻ്റെ പരിശോധനയിലാണ് ഈ ഒരു ഓമന ഡാനിയൽ നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായ ദുരനുഭവം സ്റ്റേഷനിൽ നിന്നും നേരിടേണ്ടി വന്നത് ബിന്ദുവിനെ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഓമന ഡാനിയൽ എന്ന വീട്ടുടമസ്ഥയ്ക്കും എതിരെ പ്രതി ചേർക്കാനുള്ളൊരു നിർദ്ദേശം പോലീസിന് നൽകിയത്. അതായത് തുടക്കത്തിൽ തന്നെ ഇതൊരു വ്യാജ പരാതിയായിരുന്നു എന്ന് പോലീസിന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. കാരണം ഇത് മാല നഷ്ടപ്പെട്ടു എന്ന പരാതി ലഭിച്ച ഉടനെ തന്നെ ഇത്തരത്തിലൊരു വീട്ടുജോലിക്കാരിയാണ് ഇത് എടുത്തതെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ബിന്ദുവിനെതിരെ വളരെയധികം മാനസികമായി പീഡിപ്പിക്കുകയും ഭക്ഷണമോ വെള്ളമോ ഒന്നും നൽകാതെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ഇതിനൊപ്പം തന്നെ ഈ ഒരു പരാതിക്കാരിയായ ഓമന ഡാനിയലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി നിയമസാധുത ഒന്നുമില്ലാത്തൊരു പരിശോധന വീട്ടിലെത്തി നടത്തുകയും അതുമാത്രമല്ല ഈ പെൺകുട്ടികളെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഭർത്താവിനെയും അധിക്ഷേപിച്ച് സംസാരിച്ചു. അത്തരത്തിൽ യാതൊരുവിധ മാനുഷിക പരിഗണനയും ലഭിക്കാത്ത രീതിയിലായിരുന്നു ബിന്ദു ഒരു രാത്രി മുഴുവനും ഒരു പകുതിയോളം സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നത്. അതിനുശേഷം മാധ്യമശ്രദ്ധ ലഭിച്ചപ്പോഴായിരുന്നു അതിനുശേഷം ഒരുപാട്, അതായത് ഈ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം ബിന്ദു പരാതി നൽകി. പക്ഷേ അപ്പോഴൊന്നും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ സർക്കാർ തലത്തിലോ വകുപ്പ് തലത്തിലോ ഉണ്ടായില്ല. അതിനുശേഷം വകുപ്പ് തല അന്വേഷണം തുടങ്ങിയത് തന്നെ മാധ്യമശ്രദ്ധ ലഭിച്ചതിന് ശേഷമായിരുന്നു. ഒരു ദിവസത്തിനകം തന്നെ പോലീസുകാർക്ക് സസ്പെൻഷനും പിന്നെ SIക്കും വകുപ്പ് തല നടപടി നേരിടേണ്ടി വന്നു. കൃത്യമായ കൃത്യവിലോപം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് തുടക്കം തന്നെ വ്യക്തമായിരുന്നു. അതിനടിസ്ഥാനത്തിൽ പിന്നീട് കന്റോൺമെന്റ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വകുപ്പ് തല നടപടി നേരിടേണ്ടി വന്നത് SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക്. അതിനുശേഷമാണ് ഈ ഒരു പരാതി വ്യാജമാണെന്നുള്ള കണ്ടെത്തൽ വരികയും അതിനുശേഷം പിന്നെ SC/STക്ക് അടക്കം ഈ ബിന്ദു പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഓമന ഡാനിയലിനെ പ്രതി ചേർക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം SC/STയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഒരു പോലീസുകാരുടെ ഒരു ദളിത് യുവതി എന്നതിലുപരി ഒരു യുവതി സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട ഒരു മാനസിക ഒരു മിനിമം ഇത്തരത്തിലുള്ളൊരു പരിഗണന പോലും, സ്ത്രീ എന്നൊരു പരിഗണന പോലും ഈ ബിന്ദുവിന് ലഭിച്ചില്ല എന്നാണ് നമുക്ക് തുടക്കം തന്നെ മനസ്സിലായത്. ബിന്ദുവിൻ്റെ നിയമ പോരാട്ടത്തിന് ഒരു ഫലം കാണുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പരാതിയുമായി മുന്നോട്ട് പോകും. ആദ്യം 2 പോലീസുകാർക്കായിരുന്നു സസ്പെൻഷൻ. അത് മാത്രമല്ല SI ഉൾപ്പെടെ ഇതിൽ തെറ്റുകാരനാണ് എന്ന് ബിന്ദു തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ SC/ST കേസ് ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ ഇതിൽ അന്വേഷണം നടത്തുകയും ഈ ഓമന ഡാനിയലിനെ പ്രതി ചേർക്കണമെന്ന. ഇവിടെ യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചത് ആ വീട്ടുടമയായ സ്ത്രീക്കാണോ അതോ പോലീസിനാണോ? കാരണം സ്വാഭാവികമായും ഒരു മാല അല്ലെങ്കിൽ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതൊരു വീട്ടുടമയും പോലീസിൽ പരാതി നൽകാം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഓമന ഡാനിയലും അങ്ങനെ പരാതി നൽകി. പക്ഷെ അവരുടെ വീട്ടിൽ അവർ വേണ്ട രീതിയിൽ പരിശോധിച്ചില്ല. പിന്നീടാണ് വീട്ടിൽ തന്നെ സ്വർണ്ണാഭരണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കാതെ, കൃത്യമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാതെ, വീട്ടുടമയുടെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നു. അവരെ കസ്റ്റഡിയിൽ മണിക്കൂറുകളോളം മാനസികമായി പോലീസ് പീഡിപ്പിക്കുന്നു.
ഇവിടെ പോലീസിന്റെ ഭാഗത്തല്ലേ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഉണ്ടായത്? നിലവിൽ പോലീസിനെതിരെ നടപടി, വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച വരുത്തിയ ഒരു ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച, അവരുടെ ജീവിതം തന്നെ ഇരുട്ടിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ യഥാർത്ഥത്തിൽ ഈ സർവീസിൽ പോലും തുടരാൻ അനുവദിക്കാൻ പാടില്ലല്ലോ. അത്തരമൊരു കടുത്ത നടപടി ഉണ്ടാകുമോ? SC കമ്മീഷൻ പോലീസുകാരുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? നിലവിൽ വകുപ്പ് തല അന്വേഷണമാണ് പോലീസുകാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ 3 പോലീസുകാർക്കും തെറ്റുപറ്റി, അതായത് കൃത്യവിലോപം ഉണ്ടായി എന്നൊരു കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നത്. വകുപ്പ് തല അന്വേഷണം കൂടുതൽ പുരോഗമിച്ച് അതിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം. എന്ത് തരത്തിലുള്ള നടപടികളാണ് മറ്റ് നിയമ നടപടികളിലേക്കും മറ്റും കടക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ വ്യക്തത വരേണ്ടത്. കാരണം പ്രാഥമികമായ അന്വേഷണത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ വകുപ്പ് തല കൃത്യമായ ഇടപെടൽ നടത്തി. കാരണം ഒരുപാട് വൈകിയാണ് ഇത്തരത്തിലൊരു പരാതി പൊതുജന മധ്യത്തിലേക്ക് വന്നത്. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി നൽകിയിട്ടും ഇത് മാധ്യമ ശ്രദ്ധ ആകർഷിച്ച സമയത്തായിരുന്നു ഇത്തരത്തിൽ കൃത്യമായ വകുപ്പ് തല അന്വേഷണം വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അന്വേഷണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പിന്നീട് വന്നതെങ്കിലും പിന്നീടുള്ള അന്വേഷണ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല ഈ ഒരു പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്ന് മുൻപ് തന്നെ SC കമ്മീഷൻ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഇതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് SC കമ്മീഷൻ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വകുപ്പ് തല അന്വേഷണത്തിൽ പുരോഗതി നോക്കി അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, മാത്രമല്ല അതിൽ SC കമ്മീഷന്റെ ആവശ്യമാണോ. ഈ പരാതിക്കാരിയായ ബിന്ദുവിന്റെ നിലപാടടക്കം ഇവിടെ നിർണായകമാണ്. അവർ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. നിലവിൽ ഈ വീട്ടുടമയായ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ SC കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് പോലീസിനെ സംബന്ധിച്ച് ഇത് ഏത് രീതിയിലുള്ളൊരു നടപടിയായിരിക്കും അവർക്കെതിരെ സ്വീകരിക്കാൻ പോകുക? വ്യാജ പരാതി നൽകി എന്ന ഒരു കുറ്റം സ്വാഭാവികമായി നിലനിൽക്കും. അതിനപ്പുറം എന്ത് നടപടിയായിരിക്കും വീട്ടുടമയായ സ്ത്രീക്കെതിരെ ഓമന ഡാനിയലിനെതിരെ ഉണ്ടാവുക? വ്യാജ പരാതി നൽകിയ ഒരു തരത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ പ്രതി ചേർക്കുമ്പോൾ പോലീസ് പരിഗണിക്കുക. അതിനുശേഷം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ആദ്യം ബിന്ദു പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് ഓമന അവിടെ ഉണ്ടായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ ബിന്ദു വെളിപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ബിന്ദുവിനടുത്ത് മോശമായി പെരുമാറിയോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല ഈ ഒരു ജോലി സമയത്ത്, അതായത് 1-2 ദിവസം മാത്രമാണ് ഈ ബിന്ദു ഓമനയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ജാതി അധിക്ഷേപമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ബിന്ദുവിനും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നേരിട്ടേക്കാം. കാരണം ഇവർ തന്നെയാണ് എടുത്തത്, വീട്ടിൽ നിന്നും മാല മോഷണം പോയി എന്ന് 100% ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാർ ബിന്ദുവിനെ മോഷണക്കുറ്റം ചുമത്തുന്നതും. മാത്രമല്ല ഈ ഒരു ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് അനധികൃതമായി കടന്നു എന്ന് അന്വേഷണം അടക്കം, അതായത് തിരച്ചിലടക്കം നടത്തുന്നത്. അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും ഉൾപ്പെടെ പിന്നെ വ്യാജ പരാതി നൽകിയതും കൃത്യമായി ഇതിന് ഒരു പോലീസിന് കൃത്യമായൊരു വിവരം നൽകാത്തതടക്കം കൃത്യമായൊരു അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. കാരണം ഇത് വലിയൊരു വാർത്തയായി മാറിയതും ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ദളിത് യുവതിക്ക് ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ എല്ലാം ഇതിന് തുടക്കം കാരണം ഈ ഒരു വ്യാജ പരാതിയാണ്. കൃത്യമായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നായിരിക്കും പോലീസ് കൃത്യമായി അന്വേഷിക്കുക. അതിനുശേഷം ഇത് മുൻപ് നടന്നിട്ടുള്ള അനുഭവങ്ങളും മറ്റും പരിശോധിച്ചിട്ടായിരിക്കും ഈ ഒരു പരാതിയിൽ, അതായത് ഈ പ്രതി ചേർക്കപ്പെട്ട ഓമനയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. ടോം. വ്യക്തമാണ്. തിരുവനന്തപുരത്തെ വ്യാജമാല മോഷണ കേസിലാണ് പരാതിക്കാരിയായ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കാൻ SC കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. കോട്ടയത്ത് കഴിഞ്ഞ രാത്രി, അതായത് ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരമ്മയെ മകൻ വെട്ടിക്കൊന്ന സംഭവമുണ്ടായി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.